എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് വേക്കൻസീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് വേക്കൻസി അനുസരിച്ച് ഇതിലുള്ള വേക്കൻസി പ്രകാരവും വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു സർക്കുലറൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ഇനി ട്രാൻസ്ഫർ എപ്പോഴാണ് വരിക എന്നുള്ളത് കുറേ നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫർ കാത്തിരുന്ന് മടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ കമൻറ്റ് കണ്ടപ്പോൾ പല വിദ്യാർത്ഥികളെയും കമൻറ്റ് കണ്ടപ്പോൾ ആ രീതിയിലായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഇപ്പോൾ ട്രാൻസ്ഫറിന് നൽകാവുന്നതാണ്. അപ്പോൾ 138 താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകൾ ചേർത്തിട്ടുള്ള വേക്കൻസി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രവേശനം നേടിയ ജില്ലക്കകത്ത് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ കാൻഡിഡേറ്റ് ലോഗിൻ്റെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിവിധ അലോട്ട്മെൻറ്റുകളിൽ ഒന്നാം ഓപ്ഷൻ ലഭിച്ച് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, വിഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകർ അധിക സീറ്റ് സൃഷ്ടിച്ച് അലോട്ട്മെൻറ്റ് അനുവദിച്ചിട്ടുള്ളതിനാൽ ഈ ഒരു വിഭാഗത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതല്ല. മറ്റ് കോട്ടകളിൽ അതായത് സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട എന്നിവയിൽ പ്രവേശനം നേടിയവരും ഈ ഒരു സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ അർഹരല്ല. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിലെ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അപേക്ഷ നൽകാം. മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂൾ കോമ്പിനേഷനോ വിദ്യാർത്ഥി ആദ്യം സമർപ്പിച്ച അപേക്ഷയിലെ ഓപ്ഷൻ ആയിട്ട് നൽകണം എന്നില്ല. ഒന്നിലധികം സ്കൂളിലേക്കും കോമ്പിനേഷനിലേക്കും മാറ്റത്തിനായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. മുൻഗണനാ ക്രമത്തിലാണ് ഓപ്ഷനുകൾ നൽകേണ്ടത്. മാറ്റം ലഭിച്ചാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ള സ്കൂളും കോമ്പിനേഷനും ആയിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകേണ്ടത്. ജൂലൈ 19 ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.